തിലകൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും എന്നാൽ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ നാടകം എഴുതാനുള്ള ശ്രമവും അഭിനയിക്കാനുള്ള ശ്രമവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. മറ്റ് നാടക ട്രൂപ്പുകൾ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും എന്ത് ബുദ്ധിമുട്ടിയായാലും എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടായാലും ആ നാടകം ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളത് ഒരു വ്രതമാക്കിയിരുന്ന കാലം. അങ്ങനെയുള്ള സമയത്ത് നിർമ്മലഗിരി കോളേജിലെ ഒരു ധനശേഖരണാർത്ഥം ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകം, രശ്മി എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നതായി അറിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാടകത്തിൻ്റെ അറിവിൻ്റെ പരിധിയിൽ ചങ്ങനാശ്ശേരി ഗീത എന്ന് പറയുന്നത് ചാച്ചപ്പൻ എന്ന് പറയുന്ന നാടക മുതലാളിയും നടനും സംവിധായകനും, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ആ ട്രൂപ്പിൽ എനിക്ക് അറിയൂ. അപ്പോൾ നാടകം ആരംഭിച്ചു. അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ അച്ഛനാണ്. അത് സ്വാഭാവികമായും പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നത് ചാച്ചപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കഥാപാത്രം, ഒരു നടൻ ഇങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ സംഭാഷണം പറയാൻ, ഇങ്ങനെയൊക്കെ ആ സംഭാഷണം ഒരു പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ നെഞ്ചിലേക്ക് ഇടിവെട്ട് പോലെ പാഞ്ഞു കയറുമോ എന്നൊക്കെയുള്ള അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആ പള്ളിയിലച്ഛനായി അഭിനയിച്ച ചാച്ചപ്പൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ചാച്ചപ്പൻ ചില്ലറക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ നാടകം കഴിഞ്ഞു. നാടകം എന്നിലുണ്ടാക്കിയ പ്രതികരണങ്ങൾ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും ചാച്ചപ്പൻ എന്ന നടനെപ്പറ്റി, പള്ളിയിലച്ഛനായി അഭിനയിച്ച ആ നടനെപ്പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആ നാടകം കണ്ട അവർ ചിലർ പറഞ്ഞു, വിഡ്ഢി, അത് ചാച്ചപ്പനല്ല, അത് തിലകൻ എന്ന് പറയുന്ന ഒരു നടനാണ്. തിലകനോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെയാണ് എനിക്കന്ന് തിലകൻ എന്ന് പറയുന്ന നടനെപ്പറ്റി അറിയാനുള്ള എന്ന് വെച്ചാൽ അത്രയും പരിചയമേ നാടകത്തെപ്പറ്റി ഉണ്ടായിരുന്നുള്ളൂ, അത്രയും പ്രായമേ എനിക്കായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. ഞാനിങ്ങനെ അങ്ങനെയുള്ള നാടക കലാകാരന്മാരെ പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനൊരു നാടക ഭ്രാന്തൻ എന്ന നിലയിൽ തിലകൻ എന്ന് പറയുന്ന നടനെപ്പറ്റി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കാത്ത ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. ഇത് വെറുതെ ഭംഗിവാക്ക് പറയുന്നൊന്നുമല്ല. തിലകൻ എന്ന് പറയുന്ന നടന് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അത് കേരളത്തിലെ പ്രേക്ഷകർ എത്രയോ സർട്ടിഫിക്കറ്റുകൾ, പ്രേക്ഷകർ മാത്രമല്ല, പ്രേക്ഷകരെക്കാളും വലിയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല.